നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ എപ്പോഴും ചർച്ചകളിൽ കുടുങ്ങുന്ന ആൾക്കാരെയാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാറുള്ളത്. ജനങ്ങൾ ചോദ്യം ചോദിക്കുന്നവരെയാണ് ഇവിടെ കൊണ്ടുവരാറുള്ളത്. അവരുടെ പ്രവൃത്തികൾക്ക് ചോദ്യം ചോദിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അവരെ വിചാരണ കോടതിയിൽ കൊണ്ടുവന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ ഉത്തരവും തേടുന്നു. ഇതാ ഇന്നത്തെ വിചാരണ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ബഹുജൻ സമാജ് പാർട്ടിയുടെ അധ്യക്ഷൻ മായാവതി ആപ്കി അദാലത്തിൽ ഹാജരാകുന്നു. നീതിപീഠത്തിന്റെ വിചാരണ ആരംഭിക്കാവുന്നതാണ്. ആപ്കി അദാലത്തിൽ മായാവതിയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ BSP നേതാവായ മായാവതിയുടെ മേലുള്ള കുറ്റാരോപണം രാഷ്ട്രീയത്തിൽ ഇവരെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മായാവതി മാഡം, ഇന്നിവിടെയുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കാർക്കും താങ്കളുടെ വോട്ട് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനുശേഷം അവർ പശ്ചാത്തപിക്കുന്നു. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ മായാവതി BSP ഒരു ലഡ്ഡു പോലെയാണെന്ന്. കഴിച്ചാലും ബുദ്ധിമുട്ടാണ്, കഴിച്ചില്ലേലും ബുദ്ധിമുട്ടാണെന്ന്. ഇന്ത്യയില് ബഹുജൻ സമാജ് പാർട്ടിയാണ് ഒരേ ഒരു പാർട്ടി. അതിന്റെ വോട്ട് മുഴുവൻ ട്രാൻസ്ഫറബിൾ ആണ്. മറ്റ് പാർട്ടികളുടെ വോട്ട് BSP പോലെ ട്രാൻസ്ഫറബിൾ അല്ല. അതുകൊണ്ടാണ് എല്ലാ പാർട്ടികൾക്കും BSPയുടെ വോട്ട് വേണമെന്ന് പറയുന്നത്. പക്ഷേ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ നോക്കാനുണ്ട്. BSPക്ക് എത്ര ലാഭം കിട്ടുന്നു, ബാക്കി ആർക്ക് എത്ര നഷ്ടം വരുന്നു എന്ന്. അതുകൊണ്ട് ഓരോരോ പാർട്ടിയും അവരുടെ ലാഭനഷ്ടങ്ങളെ കണക്കിലെടുത്ത് മാത്രമേ ഒരു തീരുമാനം എടുക്കുള്ളൂ. അതുകൊണ്ട് BSPയും ഞങ്ങളുടെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ട് തന്നെ തീരുമാനം എടുക്കുന്നു. താങ്കൾ ലാഭനഷ്ട കണക്കൊക്കെ നോക്കൂ. പക്ഷേ ഒരു കാലത്ത് മുലായം സിംഗ് യാദവിനോടൊപ്പം അലയൻസ് വെച്ച് താങ്കളുടെ സപ്പോർട്ടോടുകൂടി ഒരു സർക്കാർ ഉണ്ടാക്കി. പക്ഷേ ഇന്ന് ആ സർക്കാരിന്റെ അനുഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് ആ വ്യക്തി തന്നെ BSPക്ക് എതിരായിട്ട് മാറിയിരിക്കുകയാണ്. 1995 ഉത്തർപ്രദേശിൽ ഞങ്ങളെടുത്ത തീരുമാനം അത് അവിടെയുള്ള ജനങ്ങളുടെ നന്മയെ മാത്രം മുൻനിർത്തിയെടുത്തതാണ്. ഞങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല. പിന്നെ വാഗ്ദാനങ്ങൾ ലംഘിച്ചത് ഞങ്ങളല്ല. അത് ചെയ്തതെല്ലാം മുലായം സിംഗ് യാദവ് തന്നെയാ. മുലായം സിംഗ് സഖ്യ സർക്കാർ ഉണ്ടാക്കിയപ്പോ അവര് ജനങ്ങൾക്കൊരു വാഗ്ദാനം നൽകി. ന്യൂനപക്ഷ സമുദായത്തിന്റെ സുരക്ഷ ഞങ്ങൾ നോക്കിക്കോളാമെന്ന്. ഉത്തർപ്രദേശില് കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാൻ സമ്മതിക്കൂലെന്ന്. എന്നാൽ അവർ നൽകിയ ആ കമ്മിറ്റ്മെന്റിന് കംപ്ലീറ്റ്ലി എതിരായിട്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. മായാവതിക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സർക്കാർ അത് BSP MLAകൾ മുഖേനയാണ് ഉണ്ടായത്. അതും താങ്കളുടെ പാർട്ടിയെ പിളർത്തി. ഇക്കാര്യത്തിൽ പൂർണ്ണമായി നിങ്ങളോട് യോജിക്കാൻ എനിക്ക് പറ്റില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശീർവാദത്തോടെ അല്ലാതെ ഈ സർക്കാർ ഉണ്ടാക്കാൻ തന്നെ പറ്റില്ല. അവരുടെ ആശീർവാദത്തോടു കൂടി മാത്രമാണ് ഈ സർക്കാർ ഉണ്ടാക്കിയത്. എന്നാൽ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി അവരുടെ ആശീർവാദം തന്നു. അതോടുകൂടിയാണ് ഈ സർക്കാർ ഉണ്ടായത്. BJP പാർട്ടി താങ്കൾക്ക് 3 പ്രാവശ്യമാണ് സപ്പോർട്ട് ചെയ്തത്, താങ്കളെ മുഖ്യമന്ത്രിയാക്കി. അല്ലല്ല, അതൊന്നും ആശീർവാദമൊന്നുമല്ല. അതായത് ഭാരതീയ ജനതാ പാർട്ടി അങ്ങനെ ഒരു ആശീർവാദം തന്നില്ല. അതിൽ അവരുടെ സെൽഫിഷ്നെസ് ആണ് ഉണ്ടായിരുന്നത്. എല്ലാവരും ഒത്തൊരുമയോടെ ചേർന്ന് പോകണമെന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്നാൽ ആ സഖ്യകക്ഷിയെ ഉപയോഗിച്ച് അവര് വലിയ ആൾക്കാരാവാൻ ശ്രമിച്ചു. ഇന്ത്യയിൽ തന്നെ ഞാനാണ് ആദ്യത്തെ മുഖ്യമന്ത്രി. അതായത് എന്റെ കസേരയെ കുറിച്ച് ആലോചിക്കാതെ വീക്കർ സെക്ഷന്റെ ഇൻട്രസ്റ്റ് മാത്രം ആലോചിച്ച് ഞാൻ തന്നെ സ്വയം മുഖ്യമന്ത്രി കസേര വേണം. അതാണ് ഞാനും പറയുന്നത്. സ്വന്തം സർക്കാരിനെ ഇല്ലാതാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രി താങ്കളാണ്. ഇല്ല, BSPക്കാരുടെ അവസ്ഥ ആലോചിച്ചാണ് അങ്ങനെ ചെയ്തത്. മായാവതി മാഡം, സത്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മന്ത്രിയായിരുന്ന ജഗ്മോഹൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അല്ലല്ല, താങ്കൾക്ക് ഉള്ളിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അവിടെ സീറ്റിനെ കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇല്ലല്ലോ. ഇതൊക്കെ തികച്ചും ഗോപ്യമായി ഉള്ളിന്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങളാണ്. ജഗ്മോഹൻ സംഭവമൊക്കെ വളരെ ചെറിയ കാര്യമാണ്. പക്ഷേ പാർലമെന്റിൽ താങ്കളുടെ പാർട്ടി പാർലമെന്റ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി. അല്ലെന്നേ, അത് BSPയുടെ ആൾക്കാര് പാർലമെന്റിന്റെ അകത്തേക്ക് പോയപ്പോ അവിടെ ചില തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ അവർക്ക് അവരുടെ ഭാഗം പിന്നെ പറയണ്ടേ. ആ രാത്രി തന്നെ താങ്കളുടെ പാർട്ടിയുടെ നേതാവായിരുന്ന റാഷിദ് അൽവി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാ ആ ദിവസം തന്നെ സുഷമ സ്വരാജിന് കൺവേ ചെയ്തെന്നാണ്. BSP MPമാർ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിനുള്ള സപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ BJP എന്തുകൊണ്ട് അവരുടെ ആശീർവാദം പിൻവലിച്ചില്ല? അവരത് പിൻവലിക്കേണ്ടിയിരുന്നല്ലേ? അവരത് ചെയ്തില്ലല്ലോ. പദവി വിട്ടുകൊടുത്തത് ഞാനല്ലേ? മുഖ്യമന്ത്രി കസേര വലിച്ചെറിഞ്ഞത് ഞാനാ. ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ആർക്കും അറിയില്ലല്ലോ. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാ 50 സീറ്റ് 60 സീറ്റ് ഇതൊക്കെയാണ് അവരെന്നോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ അതിനെ എതിർത്തു. ഉടനെ അവർക്ക് ആലോചിക്കണം എന്ന് പറഞ്ഞു. നിങ്ങളുടെ പദവി എടുത്തു മാറ്റൂ എന്ന് പറഞ്ഞു. എന്നെ നിങ്ങൾ എന്തിനാ മാറ്റുന്നത്? നിങ്ങൾക്ക് എന്തിനാ എത്രയും പ്രയാസം? ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് രാജിവെച്ചത്. ഞാനാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് പല പുറങ്ങളുള്ളൊരു കത്തെഴുതിയിരുന്നു. അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ലെറ്ററിന്റെ കോപ്പി എന്റെ പക്കലുണ്ട്.
ആ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കൂ എന്തൊക്കെയാണ് വായിക്കാൻ എഴുതിയിരിക്കുന്നത് താങ്കൾ അറിയാലോ. സന്ദർഭം നന്നല്ലേ വായിക്കാൻ പറ്റൂ. ഇതിൽ നോക്കിയാ ഈ ലെറ്ററിൽ താങ്കൾ ഒരു സ്ഥലത്തും അവര് ഞങ്ങളുടെ അടുത്ത് കൂടുതൽ സീറ്റ് ചോദിക്കുന്നു എന്ന് താങ്കൾ എവിടെയും എഴുതിയിട്ടില്ല. അതിൽ ഒരുപാട് കാരണങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഒരു കാര്യം കൂടി പറയാം. ആ പറയൂ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ BJP പാർട്ടിയുടെ സപ്പോർട്ട് തിരിച്ചെടുക്കാൻ പോവുകയാണെന്നുള്ള സന്ദേശം എനിക്ക് കിട്ടി. അതിന്റെ നടുക്ക് അപ്പോഴുണ്ടായിരുന്ന പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയോടും ഉപപ്രധാനമന്ത്രിയോടും പല പ്രാവശ്യവും സംസാരിച്ചു. അതുകൊണ്ട് പ്രസ് കോൺഫറൻസ് മുഖേന എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കാമെന്നും ചർച്ച കൂടുതൽ വലുതാകാതിരിക്കാൻ വേണ്ടി ജഗൻമോഹനെ പദവിയിൽ നിന്ന് മാറ്റുവാനും ഉള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിക്കുകയാണ്. പക്ഷെ അതിനുള്ളിൽ വഴക്കൊക്കെ ചെറിയ ചെറിയ തീർക്കാൻ കാര്യങ്ങളല്ലേ. നിങ്ങൾ ആ ലെറ്റർ മുഴുവൻ ആദ്യം വായിച്ചു നോക്ക്. നിങ്ങൾ എന്താ ഈ ചെറിയൊരു കാര്യം എടുത്ത് വലിച്ചഴിക്കുന്നത്? നിങ്ങൾ ആ ലെറ്റർ ലെറ്റർ വെച്ചാണ് ഞാൻ ചുറ്റിക്കുന്നത്. ഏതാണ്ട് 10-30 പേജുള്ള ലെറ്ററാണ് പ്രധാനമന്ത്രിക്ക് എഴുതിയത്. അതിൽ നിന്ന് ചുമ്മാ 2 പേജ് എടുത്തിട്ട് അതിൽ നിന്ന് ജഗ്മോഹന്റെ കാര്യം മാത്രം പറഞ്ഞോണ്ടിരുന്നത്. ഞാനിപ്പോ വായിച്ചത് അത് പല കാര്യങ്ങളിൽ ഒരെണ്ണം മാത്രമല്ലേ. ഒരു സൈഡിൽ താങ്കൾ BJPയെ വർഗീയ പാർട്ടി, കമ്മ്യൂണൽ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതേ BJP പാർട്ടിക്ക് വേണ്ടി ഗുജറാത്തിൽ താങ്കൾ ക്യാമ്പയിൻ ചെയ്തു. ഞാൻ ഗുജറാത്തിൽ എന്താണ് പറഞ്ഞത്? അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി അവർകൾ, അദ്ദേഹവും അന്ന് കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാല് ഗുജറാത്തില് BSP മത്സരിക്കുന്ന സീറ്റുകളില് BSP മാത്രമേ മത്സരിക്കൂ. ഞങ്ങൾ മത്സരിക്കാത്ത സീറ്റുകളിലെ വോട്ടുകളെല്ലാം BJPക്ക് കൊടുക്കുള്ളൂ. ഒരു 30-40 സീറ്റെങ്കിലും താങ്കളുടെ ക്യാമ്പയിൻ കാരണം BJPക്ക് പ്രയോജനം ഉണ്ടായോ? അതൊക്കെ സംഭവിച്ചു. ഗുജറാത്തില് ഞങ്ങളുടെ വോട്ട് ബാങ്ക് വളരെ വലുതാണ്. അത് ട്രാൻസ്ഫറബിൾ എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ആര് കാരണമാണോ ഇത്രയും ലാഭം ലഭിക്കുന്നത് അവരോടൊപ്പം ചേർന്ന് ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ തൊട്ട് അതിനുശേഷമാണെന്നേ അവർക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ആയത്. അവർക്കങ്ങ് തോന്നി BSPയുടെ വോട്ട്സ് ട്രാൻസ്ഫറബിൾ ആണെന്ന്. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് വീണ്ടും ഭരണത്തിൽ വരണമെന്ന് അവർക്ക് ആഗ്രഹം തോന്നിയത്. അതിനുവേണ്ടിയാണ് 80 സീറ്റുകളിൽ 60 സീറ്റുകൾ അവർക്ക് തരണമെന്ന് പറഞ്ഞത്. 80-ൽ 60 ഞങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ തയ്യാറായിരുന്നു? ഞങ്ങൾ അവരോട് പറഞ്ഞ എന്താണെന്നോ, 50-50 ആണെങ്കിൽ ഞങ്ങൾ റെഡിയാണെന്നാ. 80 സീറ്റുകളിൽ ഇത്രയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ്, പകുതിയിൽ നിങ്ങൾ മത്സരിക്കൂ, ബാക്കി 40 ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അല്ലാതെ 80 സീറ്റിൽ നിന്ന് 60 സീറ്റ് കൊടുത്താല്, അതും ഉത്തർപ്രദേശിനുള്ളില്, പിന്നെ BSPക്ക് എന്ത് മുന്നേറ്റമാണ് സാധ്യമാവുക? പരാതി എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ ലെറ്റർ എഴുതിയിരിക്കുന്നു, പല കാര്യങ്ങളും എഴുതിയിരിക്കുന്നു, പക്ഷെ അതൊന്നും ഇല്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ലെറ്ററിൽ എഴുതാൻ പറ്റാത്തത് എത്ര ഉണ്ടെന്നോ? ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്ന ആള് ശ്രീ അടൽ ബിഹാരി വാജ്പേയി അവർകളാണ്. അദ്ദേഹം ഇത്രയും വലിയ ലെറ്റർ കണ്ട ഇത് മുഴുവൻ ഞാൻ എങ്ങനെ വായിക്കുമെന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ ചുരുക്കി എഴുതി. അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ കത്തിൽ എഴുതി കൊടുത്തു, ബാക്കിയൊക്കെ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ നാട്ടുകാരോട് പറയാന്ന് വിചാരിച്ചു. പക്ഷെ താങ്കൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ട സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു? നേരിട്ട് വ്യക്തതയോട് പറഞ്ഞോ? നേരിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയാതെ ഞാൻ പുറകോട്ട് വലിയുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? സോണിയാഗാന്ധി താങ്കളുടെ പിറന്നാളിന് വന്നിരുന്നു. സോണിയാഗാന്ധി താങ്കളെ അവരുടെ വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിച്ചു. താങ്കൾ അവരെ താങ്കളുടെ വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിച്ചു. ഇത്രയും ഡിന്നർ ഡിപ്ലോമസി സംഭവിച്ചു. പക്ഷെ അവരോടൊപ്പം ഒരു പൊളിറ്റിക്കൽ കോംപ്രമൈസും ഇല്ല. ഇപ്പൊ ബർത്ത്ഡേക്ക് വരുന്നത്, എന്റെ വീട്ടിലോട്ട് ഡിന്നർ കഴിക്കാൻ വരുന്നത്, അവരുടെ വീട്ടിലോട്ട് ഞാൻ ഡിന്നറിന് പോകുന്നത്, ഇതെല്ലാം നിങ്ങൾ രാഷ്ട്രീയമായിട്ട് കൂട്ടി വായിക്കാൻ പാടില്ല. ഇതൊക്കെ വേറെ വേറെ പാർട്ടികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതും ഇടപഴകുന്നതൊക്കെ സഹജമാണ്. ആ ഡിന്നറിന്റെ അവസരത്തിൽ ഞങ്ങൾക്ക് ഒരു അലയൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവരും പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല. അതായത് രാംവിലാസ് പാസ്വാന്റെ വീട്ടിലേക്ക് നടന്നുപോയി അദ്ദേഹത്തെ അലയൻസ് പാർട്ണറായിട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അവർ കരുണാനിധിയെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തെയും പാർട്ണറായിട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഇല്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞത് താങ്കൾ മാത്രമാണ്. അലയൻസിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ട് പോലും ഇല്ലെന്നേ. പിന്നെ എവിടുന്നാ അങ്ങനെ ഒരു ചോദ്യം വരുന്ന മനസ്സിലാവാത്തത്? അംഗീകരിക്കുന്നില്ലേ താങ്കളോടൊപ്പം അലയൻസ് വെക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു? കോൺഗ്രസ് ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, ഏതൊരു പാർട്ടി ആണെങ്കിലും ശരി, ഇന്ത്യയില് BSP കൂടെയുള്ള അലയൻസ് വേണ്ടെന്ന് ഏത് പാർട്ടി പറയും? എല്ലാവർക്കും തോന്നും വേണമെന്ന്. അതാണ് സമാജ്വാദി പാർട്ടി. സമാജ്വാദി പാർട്ടിയുടെ വായിന്നും വെള്ളം ഒലിക്കുന്നുണ്ട്. സമാജ്വാദി പാർട്ടി ആൾക്കാർക്കുണ്ടല്ലോ, അവർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ചെറിയ ചിഹ്നം കാണിച്ചാൽ മതി. ജൂൺ 2, 1995 നടന്നത്, ആ സംഭവത്തിന് ഞാനൊന്ന് മാപ്പ് കൊടുത്താൽ മതി, ഞങ്ങൾ നിങ്ങളുടെ കൂടെ നടക്കാമെന്ന് പറഞ്ഞാൽ മതി, അവരെല്ലാവരും കസേര വിട്ട് നടന്നു വേണമെങ്കിൽ ഡൽഹിയിലോട്ട് വരും എന്നോട് സംസാരിക്കാനായിട്ട്. നിങ്ങളിത് എന്തായി പറയുന്നത്? പക്ഷേ മായാവതി മാഡം, ഇത് അതേ മുലായം സിംഗ് ആണ്. താങ്കൾ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരായിട്ട് പല കേസുകളും കൊണ്ടുവന്നു. അന്ന് ഞങ്ങൾ ഒരു നടപടി എടുത്തതും പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ താങ്കൾ വീണ്ടും വീണ്ടും പറയുകയാണ് ഉത്തർപ്രദേശിൽ സമാജ്വാദി സർക്കാർ കാരണം താങ്കളുടെ ജീവന് ആപത്താണെന്ന്. അതായത് സാധാരണ ജനങ്ങള് ക്രിമിനൽസിന്റെ ശല്യം കൊണ്ട് പൊറുതിമുട്ടുമ്പോ ക്രിമിനൽ എലമെന്റ്സ് ഒരുപാടുണ്ടല്ലോ. അങ്ങനെയുള്ള ക്രിമിനൽ എലമെന്റ്സിന് ഞാനൊരു വലിയ എതിരാളിയായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് അങ്ങനെയുള്ളവരെ ഉപയോഗിച്ചിട്ട്
എന്നെ കൊല്ലാനുള്ള പക്ഷേ ശ്രമങ്ങൾ ആർക്കാണ് തുടങ്ങിയത്. അപ്പൊ ആർക്കാണ് ഞാൻ താങ്കളുടെ സൂക്ഷിക്കണ്ടേ? മുന്നിൽ നെഞ്ചു നിവർന്നു നിന്ന് സംസാരിക്കാൻ ആർക്കാണ് ധൈര്യം? അതിനുള്ള അതാരാണെന്ന് ധൈര്യം പറയൂ. വരാത്ത എന്തുകൊണ്ടാണെന്നോ? ഞാൻ എപ്പോഴും വളരെ എക്സ്ട്രാ കെയർഫുൾ ആയിട്ടേ ഇരിക്കുള്ളൂ. 1995 ജൂൺ 2 ഇപ്പൊ അത് നടന്ന 9 സംഭവം വർഷമായില്ലേ? പറഞ്ഞാലേ ഇനി അതിനെക്കുറിച്ച് സംസാരിച്ച് എന്ത് പ്രയോജനമാണ്? അല്ല, അതെങ്ങനെ മറക്കാൻ പറ്റും? 95 ജൂൺ 2 നടന്ന സംഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്റെ ബഹുജൻ സമൂഹത്തിനും മറക്കാൻ പറ്റില്ല. ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? താങ്കൾ ലാസ്റ്റ് റോയിൽ. നിങ്ങളും മുലായം സിംഗ് സാറും രണ്ടുപേരും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെയും പിടിവാശി കാരണം ഈ സംസ്ഥാനം പിന്നോക്കാവസ്ഥയിലാവുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നിങ്ങൾ നല്ലത് ചെയ്താൽ അദ്ദേഹം അത് റദ്ദാക്കുന്നു, അദ്ദേഹം നല്ലത് ചെയ്താൽ നിങ്ങളത് റദ്ദാക്കുന്നു. അയാൾ നല്ല തീരുമാനങ്ങളാണ് എടുത്തതെങ്കിൽ ഞാനത് മാറ്റും തോന്നുന്നുണ്ടോ? അദ്ദേഹം നല്ല തീരുമാനങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ അത് മാറ്റണം എന്നൊരു ചിന്ത പോലും നമുക്ക് വരില്ലല്ലോ. എന്റെ സർക്കാർ നല്ല തീരുമാനങ്ങൾ എടുത്തു, അത് അദ്ദേഹം മാറ്റാൻ തുടങ്ങി. താങ്കൾ ഭരണത്തിൽ വന്ന സമയത്ത് ഒറ്റയടിക്ക് 200-ൽ നിന്ന് 400 ഓഫീസേഴ്സ് ട്രാൻസ്ഫർ ആകുന്നു. മുലായം സിംഗിന്റെ സർക്കാർ വരുന്ന സമയത്ത് ആ 200 ഓഫീസേഴ്സും തിരിച്ചു വരുന്നു. ഒരു രാത്രി കൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ മൊത്തം അല്ല, നിങ്ങൾ ഈ പറയുന്നതൊക്കെ തെറ്റാണ്. ഒറ്റ ദിവസം കൊണ്ട് 200 ഓഫീസർമാരെ ഒന്നും ഞാൻ മാറ്റിയില്ല. നിങ്ങൾ എനിക്ക് ആ ലിസ്റ്റ് ഇങ്ങോട്ട് തരൂ. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയ 200 ഓഫീസർമാരുടെ ലിസ്റ്റ്. എന്തിനാണ് ഈ ജനങ്ങളുടെ ഇടയിൽ വെച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്? ആപ്കി അദാലത്തിൽ വെച്ചിട്ടല്ല ഇങ്ങനത്തെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത്. നിങ്ങൾ ഇവരോട് ക്ഷമ ചോദിക്കണം തെറ്റ് പറയുന്നതിന്. നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണ്. ഞാൻ ഒരു ദിവസം കൊണ്ട് 200 പേരെ ട്രാൻസ്ഫർ ചെയ്തു. അതായത് നിങ്ങളുടെ കയ്യിൽ അതിന്റെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോടതി വെച്ച് പറ. താങ്കൾ ട്രാൻസ്ഫർ ചെയ്തില്ലെന്ന് താങ്കൾ ഇവിടെ നിഷേധിക്കുകയാണ്. ഞാൻ ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരൊറ്റയാള് ചെയ്യുന്നതാണോ ഈ ട്രാൻസ്ഫർ ഒക്കെ? ഞാൻ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റില് പുതിയൊരു ഗവൺമെന്റ് ഉണ്ടായാല്, അത് ഉത്തർപ്രദേശ് ആയാലും ശരി, വേറെ ഏത് സംസ്ഥാനമാണേലും ശരി, പുതിയ ഗവൺമെന്റ് വന്നാലുടനെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാല് അവരുടെ ഇഷ്ടത്തിനാണല്ലോ ഗവൺമെന്റ് ഉണ്ടാക്കുക. ഓഫീസേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ ഒരു റുട്ടീൻ സിസ്റ്റമാണ്. പക്ഷെ ഞാനൊരു ദളിത് സമൂഹത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ആൾക്കാർ എന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്നു. ഞാനൊരു 5 വരെ ട്രാൻസ്ഫർ ചെയ്താൽ അത് 50 ആണെന്ന് പറഞ്ഞു. ജനങ്ങൾ താങ്കളോട് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. താങ്കൾ ചോദിക്കൂ. മായാവതി മേഡത്തിനോടുള്ള എന്റെ ചോദ്യം, ജാതിയുടെ പേരിലുള്ള രാഷ്ട്രീയം ഇനിയും എത്ര കാലം തുടരും? ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ബഹുജന സമൂഹത്തിനെ മാത്രമല്ല, ഉയർന്ന ജാതിയിലുള്ളവരെയും MP-മാരും MLA-മാരും ഒക്കെ ആക്കുന്നുണ്ട്. സർക്കാരിൽ മന്ത്രിമാരും ആക്കുന്നുണ്ട്. പാർട്ടിയുടെ ഉയർന്ന വകുപ്പുകളിൽ നിയമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും BSPയുടെ കാര്യത്തില് ജാതീയത എന്നൊരു ആരോപണം പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. മാഡം, ഒരു കാലത്ത് BSPയുടെ മുദ്രാവാക്യം ഇതായിരുന്നു, തിലക്, തറാസ്, തൽവാർ, ഇവരെയൊക്കെ ചെരുപ്പുകൊണ്ട് അടിക്കണോ. എന്റെ ശബ്ദത്തിലോ അല്ലെങ്കിൽ കാശിറാമിന്റെ ശബ്ദത്തിലോ ഇന്ത്യയിലെ മുഴുവൻ ഇത് പറഞ്ഞത് ഞങ്ങളാണെന്ന് തെളിയിച്ചു കാണിച്ചാൽ ഞാൻ ഈ രാഷ്ട്രീയ ജീവിതം തന്നെ ഉപേക്ഷിക്കും. മീറ്റിംഗിനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലത്തെ മുദ്രാവാക്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിൽ അതിന്റെ എന്തെങ്കിലും റെക്കോർഡോ തെളിവോ ഉണ്ടോ? എന്റെ ശബ്ദമുള്ള ശബ്ദമല്ല, പക്ഷേ മീറ്റിംഗുകളിൽ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. ചുമരിലും പതാകയിലും ഒക്കെ എഴുതാറുമുണ്ട്. അങ്ങനെയല്ല, നിങ്ങളെപ്പോലുള്ള ആൾക്കാരായിരിക്കും രാത്രി ചുവരിൽ പോയി എഴുതുള്ളൂ. അല്ല, താങ്കൾ പറയുന്നത് ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ ലക്ഷ്യം വെച്ച്, അതായത് ബഹുജൻ സമൂഹത്തിലുള്ളവർക്കും ഉയർന്ന സമൂഹത്തിലുള്ളവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ബഹുജൻ സമാജ്വാദി പാർട്ടിക്ക് ഒരു ജാതിയും മതവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഞങ്ങൾ ഈ സിസ്റ്റത്തിൽ ഒരു മാറ്റം വരുത്താനാണ് ശ്രമിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിലുള്ള ഇംപ്രഷൻ അതല്ലേ, അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, നിങ്ങളല്ലേ ഇതൊക്കെ അവരെ വിശ്വസിപ്പിക്കേണ്ടത്. ഇപ്പൊ ഞങ്ങൾ അപ്പർ കാസ്റ്റ് ആണെങ്കിലും, അതായത് ഞങ്ങളുടെ ഈ പാർട്ടി തുടങ്ങിയ ആ സമയത്തുണ്ടല്ലോ, ഈ അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം എടുത്തു. അന്ന് ഈ അപ്പർ കാസ്റ്റിലുള്ളവർക്കും അത് മനസ്സിലായി BSP ഒരു ജാതിക്കും മതത്തിനും എതിരല്ല എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ അപ്പർ കാസ്റ്റിലുള്ളവർ ഇപ്പൊ ഞങ്ങളുടെ പാർട്ടി ചേരാൻ വരുന്നത്. BJP പാർട്ടിയും ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി 2-3 സീറ്റ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത്. അല്ലല്ല, BJPയുടെ വിഷയം വേറെയാണ്. BJP പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നുമാണ്. മായാവതി മാഡം, താങ്കളുടെ മേൽ ഇനിയും പല കുറ്റാരോപണങ്ങളുണ്ട്. ഈ വിചാരണ തുടരുന്നതായിരിക്കും ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ആപ്കി അദാലത്തിൽ ഇന്ന് വിചാരണ കോടതിയിലുള്ളത് തന്റെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി മണ്ഡലത്തിൽ ഉയർച്ചയിലെത്തിയ ഒരു വനിതാ നേതാവാണ്. ആപ്കി അദാലത്തിൽ BSP നേതാവായ മായാവതിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ ഒറ്റപ്പെട്ട ബന്ധങ്ങൾക്ക് മതിപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. മായാവതി മാഡം, സോണിയാഗാന്ധി താങ്കളുടെ നേരെ സൗഹൃദത്തിന്റെ കൈകൾ നീട്ടി, താങ്കളുടെ ബർത്ത്ഡേ കേക്ക് കഴിച്ചു, താങ്കളെ ഡിന്നറിന് ക്ഷണിച്ചു. പക്ഷെ താങ്കൾ അവരുടെ സൗഹൃദം സ്വീകരിക്കാതെ കൈ തട്ടിവിട്ടല്ലോ. എനിക്ക് എല്ലാവരോടും നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഈ ബന്ധങ്ങളുടെ കൂടെ ബഹുജന സമൂഹത്തിന്റെ നന്മ എന്താണെന്നും കൂടി എനിക്ക് നോക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമൂഹത്തിന്റെ നന്മയില്ലാത്ത സ്ഥലങ്ങളിൽ എനിക്കൊരു ബന്ധം സൂക്ഷിക്കാൻ പറ്റില്ല. അതായത് ഞാൻ ബന്ധങ്ങളെക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് ബഹുജന സമൂഹത്തിന്റെ നന്മ. മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ നടക്കുന്നു.
താങ്കൾ ഒറ്റയ്ക്ക് താങ്കളുടെ കാൻഡിഡേറ്റിനെ നിർത്തുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസിന്റെ കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ മത്സരാർത്ഥികൾ എത്ര പേരുണ്ടോ അവിടെ BJPക്ക് ശിവസേനയ്ക്കും ആയിരിക്കും പ്രയോജനമെന്ന്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ ഇലക്ഷന്റെ കാര്യം തന്നെ നോക്കൂ. അതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേവലം 80 സീറ്റുകളിൽ 10 സീറ്റേ കിട്ടിയുള്ളൂ. 10 എംപിമാരെ തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് 9 പേരെ തെരഞ്ഞെടുത്തു. അപ്പൊ BJPയും കോൺഗ്രസും കൂടെ ചേർന്ന് 19 പേരെ തെരഞ്ഞെടുത്തു. പക്ഷെ ബഹുജൻ സമാജ് പാർട്ടിക്ക് തനിയെ മത്സരിച്ചിട്ട് തന്നെ 19 സീറ്റ് കിട്ടി. കോൺഗ്രസിന് നഷ്ടം ഉണ്ടാവുന്നു, BJPക്ക് ലാഭം ഉണ്ടാവുന്നു. ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചൊരു കാര്യമേ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ബഹുജൻ സമാജ് പാർട്ടിക്ക് എന്താണ് പ്രയോജനം? അതുപോലെ തന്നെ താങ്കൾ BJPയെയും പകരം വിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ അങ്ങനെ BJPയുടെ കാര്യത്തില് ഞാൻ എന്താ പറയാൻ വരുന്നെന്ന് വെച്ചാ ഒരു പ്രാവശ്യം താങ്കൾ അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പറയുന്ന ഞാൻ കേൾക്കൂ. പറയാം. അത് ഞാൻ ഈ നിൽക്കൂ. ചോദ്യത്തിന് അത് ഉത്തരം പറയട്ടെ. വളരെ രസകരമായ ശരി, ഉത്തരം പറയൂ. പറയാൻ കേൾക്കുന്ന BJPയോട് ഞാൻ പ്രതികാരം വീട്ടി. അതായത് ഞാൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 25-ാം തീയതി മുഖ്യമന്ത്രി പദവിയിൽ രാജിവെച്ചതിന് ശേഷം BJP പ്രതികാരം വീട്ടണം എന്നുള്ള ലക്ഷ്യത്തോടെ വന്ന് സർക്കാരിന്റെ മെഷീനറിയെ തന്നെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് CBIയെ ദുരുപയോഗപ്പെടുത്തി ജുഡീഷ്യറി യൂസ് ചെയ്ത് താജ് പ്രകരൺ വിഷയത്തിൽ എന്നെ കള്ളക്കേസിൽ കുടുക്കി. അങ്ങനെ ഉത്തർപ്രദേശ് മാത്രമല്ല നാട് മുഴുവൻ ബഹുജൻ സമാജ്വാദി ആൾക്കാര് ചേർന്നൊരു തീരുമാനം എടുത്തു. ഇങ്ങനെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ ഞങ്ങള് ഇനി ഒരിക്കലും അധികാരത്തിൽ വരാൻ സമ്മതിക്കില്ല എന്ന്. അതായത് പറയുന്നത് ചെയ്യുമെന്ന് BSP ചെയ്തു ചെയ്തല്ലോ. സർക്കാരിനെ പുറത്താക്കിയില്ലേ? അതെ, സ്റ്റേറ്റ് തന്നെ പുറത്താക്കിയതല്ല, ഞാൻ തന്നെ രാജിവെച്ചതാണ്. BJP അല്ല എന്നെ മാറ്റിയത്. അല്ല, BJP അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ തന്നെയാണ് ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ ഇൻട്രസ്റ്റ് മുൻനിർത്തി സ്വന്തമായിട്ട് ആ പദവിയിൽ നിന്ന് രാജിവെച്ചത്. അവരല്ല എന്നെ മാറ്റിയത്. പക്ഷെ അവരെന്താണ് ചെയ്തത്? അവര് ചെയ്ത തെറ്റുകൾക്ക് പ്രതികാരം ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്തതിന് ഞങ്ങൾ അവരെ സെൻട്രലിൽ പോലും കയറാൻ പറ്റാത്ത രീതിയിൽ പക്ഷേ മായാവതി മാഡം താങ്കളാണ് അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. അടൽ ബിഹാരി വാജ്പേയിയെ പറ്റി പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകളാണെന്ന്. താജ് പ്രകരൺ വിഷയത്തിൽ പോലും ഞാൻ ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതായത് താങ്കൾ എന്നെ സ്വന്തം മകളായിട്ടാണ് കരുതുന്നതെങ്കിൽ ഈ വിഷയം ഒരു കാരണമായിട്ട് കാണിച്ച് എന്നെയും എന്റെ ആൾക്കാരെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഇനി ഒരു മകളും കൂടി ഉണ്ടല്ലോ, അവരെ ഒന്ന് അന്വേഷിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സ്വന്തം മകൾക്ക് എത്രമാത്രം സ്വത്തുണ്ടെന്നും മറ്റ് ബന്ധുക്കളുടെ കാര്യം കൂടെ അന്വേഷിക്കണം കേട്ടോ. എന്റെ നോക്കാമല്ലോ, അപ്പോഴല്ലേ പാലിന്റെ നിറം ഏതാണ് വെള്ളത്തിന്റെ നിറം ഏതെന്ന് മനസ്സിലാവുള്ളൂ. മകളെന്ന് പറഞ്ഞ വ്യക്തിയെ പോലും താങ്കൾ വെറുതെ വിട്ടില്ല. അല്ല, അദ്ദേഹം ശരിക്കും ഒരു അച്ഛന്റെ കടമ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ശരിക്കും അത് നിറവേറ്റിയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ ആ കാര്യത്തിൽ അങ്ങനെ പെരുമാറുമായിരുന്നില്ല. അദ്ദേഹം എന്നോട് എന്താണോ ചെയ്തത് ഞാൻ താങ്കൾ എഴുതിയ ആ കത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിക്ക് അയച്ചു. ആ ലെറ്ററിൽ താങ്കൾ എന്താ എഴുതിയതെന്ന് വെച്ചാൽ BJPയിൽ 2 ഗ്രൂപ്പുകളുണ്ട്, ഒരു ഗ്രൂപ്പ് സർക്കാർ തുടരാൻ ആഗ്രഹിച്ചു എന്നും എഴുതിയിരുന്നു. BJPക്കുള്ളില് 2 ലോബി ഉണ്ടെന്ന് ആർക്കാണ് അറിയാത്തത്? ഒന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ ലോബി, മറ്റൊന്ന് LK അദ്വാനിയുടെ ലോബി. പക്ഷേ ഈ ലോബിയിൽ താങ്കൾക്ക് സപ്പോർട്ടായിട്ട് ആരാണ്, ഇല്ലാതെ ആരാണ് ഇരിക്കുന്നത്? അതിപ്പോ ആ 2 ലോബിയും ഞാൻ അവരുടെ കൂടെ ചേരണമെന്ന് ആഗ്രഹിച്ചവരാണ്. ഓ, അങ്ങനെയാണോ? പക്ഷെ ഞാൻ ആരോടും അടുക്കാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ പെണ്ണ് ഒരു ലോബിയിലും ചേരാൻ പോകുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ ഇവളെ 5 വർഷം മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ വിട്ടാൽ നമ്മൾ വിചാരിച്ച പോലത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി കാണും. അപ്പൊ അവർക്ക് തോന്നിക്കാണും മായാവതിയെ വെച്ച് ഓൾ ഇന്ത്യ ലെവലില് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. വ്യക്തതയോട് താങ്കളോട് പറഞ്ഞോ ഒന്നുകിൽ ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നോളാൻ? അല്ല, 2 ഭാഗത്തുനിന്നും എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു. ഒരു വശത്ത് അടൽ ബിഹാരി വാജ്പേയി വിചാരിച്ചത് ഇവള് ഞങ്ങളുടെ ലോബിയിൽ വേണമെന്നാണ്. അതേപോലെ LK അദ്വാനി വിചാരിച്ചു അവരുടെ ലോബിയിൽ ഞാൻ ഉണ്ടാവണം എന്ന്. ഞാൻ എന്തിനാ അങ്ങനെ ഒരു ലോബിയിൽ പോകുന്നത്? ബഹുജൻ സമാജ്വാദി പാർട്ടി ഒരു ഇൻഡിപെൻഡന്റ് പാർട്ടിയാണ്, നാഷണൽ പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പ്രത്യേക മര്യാദയുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അങ്ങനെയുള്ള ഞങ്ങൾ എന്തിനാണ് അവരുടെ വലയ്ക്കകത്ത് പോയി വീഴുന്നത്? ഉള്ള ലോബിയൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ തന്നെ 2 ലോബി ഉണ്ടല്ലോ. നാളെ 5ഓ 6ഓ ആയി മാറിയാലും ഞങ്ങളുടെ പാർട്ടിക്ക് അതൊക്കെ ലാഭമല്ലേ? എത്രത്തോളം ലോബികൾ ഉണ്ടായി വരുന്നോ, എത്രത്തോളം ഗ്രൂപ്പിസം അവിടെ ഉണ്ടാകുന്നോ, അത്രമാത്രം അവിടെ അടിയുണ്ടാവും. അതിന്റെ ലാഭം മുഴുവൻ ഞങ്ങൾക്കല്ലേ. അവർക്ക് ഇനി ലോബി ഉണ്ടായിക്കോട്ടെ, സന്തോഷമേ ഉള്ളൂ. മായാവതി മാഡം, ഇതുപോലത്തെ ലോബിയും വഴക്കും എല്ലാം BSPയിൽ നടക്കുന്നില്ലേ? ധാരാളം നേതാക്കന്മാരുണ്ട്. ഉദാഹരണത്തിന് ബുൾസിംഗ് ബരയ്യ മധ്യപ്രദേശിൽ പാർട്ടി നടത്തിയ ആൾ, അദ്ദേഹവും പാർട്ടിയെ വിട്ടിട്ട് പോയി. നിങ്ങളിപ്പോ ആരെക്കുറിച്ചായി പറയുന്നത്? BSPയെ വിട്ട് പോയ ആരൊക്കെ ഉണ്ടെങ്കിലും ബഹുജന സമൂഹം അവരുടെ കൂടെ പോയിട്ടില്ല. മായാവതി മാഡം, മറ്റു ചിലരും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഞാൻ വരയെ പറ്റി പറഞ്ഞതുപോലെ. അതുപോലെ റാഷിദ് അൽവി ഉണ്ടായിരുന്നു. താങ്കൾക്കെതിരായിട്ട് CBI റെയ്ഡ് നടക്കുന്ന സമയത്ത് അദ്ദേഹം താങ്കളുടെ സംരക്ഷണത്തിന് വേണ്ടി നിന്നു. പാർലമെന്റിൽ താങ്കൾക്ക് വേണ്ടി കൂടുതൽ വഴക്കുണ്ടാക്കി.
പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്തങ്ങളാണ് നിർവഹിച്ചത്. മായാവതിക്ക് ഇഷ്ടപ്പെട്ടാൽ പാർട്ടിയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അല്ല, ഇല്ല. ബഹുജന സമൂഹത്തിന് ആവശ്യമുണ്ടായിരുന്നവര്. ആരാണോ മായാവതി അല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. പാർട്ടിയിൽ അതായത് നോക്കുകയാണെങ്കിൽ താങ്കളുടെ കൺട്രോൾ അല്ല. മാത്രമേ ഉള്ളൂ. ഒരേ രീതിയിലുള്ള ഭരണമാണ് അല്ലെന്ന് നടക്കുന്നത്. എന്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്റെ കൺട്രോൾ എപ്പോഴും ഒരു ഡിസിപ്ലിനിലാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പാർട്ടിയിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട് പാർട്ടിയുടേതായിട്ട്. അതാണ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ താങ്കൾക്കൊരു ഉദാഹരണം കാണിക്കാം. നോക്കൂ, ഉത്തർപ്രദേശിൽ ഏറ്റവും വലിയ പാർട്ടി താങ്കളുടേതാണ്. 5 വർഷത്തിനുള്ളിൽ 6 നേതാക്കന്മാർ മാറിയിരിക്കുന്നു. രാജ് ബഹദൂർ, സോണിലാൽ പട്ടേൽ, പിന്നെ ജംഗ് ബഹാദൂർ പട്ടേൽ, ഭഗവത് പാൽ, ബഹുറാം വർമ്മ, ദയാറാം വർമ്മ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. അവരെയൊന്നും ഞാൻ മാറ്റിയതല്ല, അവരായിട്ട് തന്നെ ബഹുജൻ സമാജ്വാദി പാർട്ടിയെ വിട്ടിട്ട് പോയതാണ്. ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ താങ്കൾ ഞാൻ ഉണ്ടാക്കിയെടുത്തു. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അവർക്ക് വേറെ പാർട്ടികളിൽ നിന്നും പണവും ലാഭവും ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോ BSPയിൽ ഇതൊന്നും കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി കാണണം. ബഹുജന സമൂഹത്തെ ഞങ്ങൾ ഇങ്ങനെ കരിപ്പിടിപ്പിച്ച് കൊണ്ടുവരുമ്പോ ജനങ്ങൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പുതുതായിട്ട് വരുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ നമുക്ക് സമയമെടുക്കും. ഞങ്ങൾ അവർക്ക് ഉത്തരവാദിത്വം കൊടുക്കുമ്പോ ചിലര് തെറ്റായ വഴികളിലേക്ക് പോവും. അങ്ങനെ പോകുന്നവരങ്ങ് പൊയ്ക്കോട്ടെ, അതിലിപ്പോ പ്രത്യേകിച്ച് എന്താ ഉള്ളത്? മായാവതി മാഡം, തുടക്കകാലത്ത് താങ്കൾ ബോംബ് ഷെഫിനെ കുറിച്ച് സംസാരിച്ചപ്പോ, DS4 പറ്റി സംസാരിച്ചപ്പോൾ 2 പേരുണ്ടായിരുന്നു, രാം സമോജ്, പിന്നെ തേജേന്ദ്ര സിംഗ് ജല്ലി. ആ സമയം മുതൽ നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളിപ്പോ അവരെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് എന്തിനാണ് പറയുന്നത്? ഇപ്പൊ അവർ കാണുന്നില്ലല്ലോ അവരെ. പുറത്തു വരാത്ത രീതിയിൽ തന്നെ താങ്കൾ മറച്ചു വെച്ചല്ലോ. അല്ല, അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, ഇതിന്റെ അർത്ഥം ബഹുജന സമൂഹത്തിന്റെ തീരുമാനം തെറ്റല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ കൂടെ ആരും പോകാത്തത്. ബഹുജന സമൂഹം മായാവതിയുടെ കൂടെയാണ്. നിങ്ങൾ തന്നെ ഇപ്പൊ ആ വിഷയം സമ്മതിച്ചില്ലേ? ഞാൻ താങ്കളോട് പറയുന്നത് ഇതാണ്, ഇത് കൺഫേം ആണ്. ബഹുജൻ സമാജ്വാദി പാർട്ടിയിൽ മായാവതി ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഉണ്ടാവൂ. അല്ലല്ല, ബഹുജന സമാജ്വാദി പാർട്ടി ഒരിക്കലും വിഡ്ഢികളല്ല. ആരാണ് നല്ലവർ, ആരാണ് തെറ്റായ ആൾക്കാരെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവർക്ക് അറിയാം ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ നല്ലതിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് BSP വിട്ടുപോയിട്ടുള്ളവര് മറ്റാരുടെയോ കയ്യിലെ വെറും കളിപ്പാവ മാത്രമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഒരിക്കലും അവരുടെ കൂടെ പോവില്ല. മായാവതി മാഡം, ശരി, ആ കാര്യം വിട്ടേക്ക്. താങ്കൾ ഉണ്ടാക്കിയെടുത്ത ബന്ധത്തെക്കുറിച്ച് പറയാം. ലാൽജി ടണ്ടൻ, ഓരോ വർഷവും താങ്കൾ അദ്ദേഹത്തിന് രാഖി കെട്ടാൻ വേണ്ടി പോവും. അതിനുശേഷം താങ്കൾ പറയുന്നത് രാഖി ടണ്ടൻ അല്ല, അത്യാഗ്രഹിയാണെന്ന്. അത് സഹോദരി സഹോദര ബന്ധം വളരെ പവിത്രമാണ്. അതിന്റെ മറപിടിച്ച് ശ്രീ ലാൽജി ടണ്ടൻ അല്ലെങ്കിൽ മറ്റ് BJP നേതാക്കൾ രാഷ്ട്രീയത്തിൽ കളിക്കാമെന്ന് വിചാരിച്ചാല് അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ വർഷം രാഖി കെട്ടാൻ വേണ്ടി പോകില്ല. ഞാനിപ്പോ ആരുടെയും വീട്ടിലൊന്നും പോയി രാഖി കെട്ടുന്ന പതിവൊന്നുമില്ല. ആരെങ്കിലും എൻ്റെ വീട്ടിലേക്ക് രാഖി കെട്ടാൻ വേണ്ടി വരികയാണെങ്കിൽ ഒരു മനുഷ്യത്വത്തിന്റെ പേരില് ഞാനൊരിക്കലും അവരെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി പുറത്തു വിടാൻ പറ്റില്ലല്ലോ. രാഖി കെട്ടാൻ വേണ്ടി ആരെങ്കിലും വരികയാണെങ്കിൽ വളരെ സ്നേഹത്തോടെ ഞാൻ രാഖി കെട്ടും. നിങ്ങൾ എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കെട്ടിത്തരും. താങ്കൾക്കെതിരായിട്ട് ജനങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ വളരെയധികമാണ്. ആപ്കി അദാലത്തിൽ മായാവതിക്കെതിരായ ജനങ്ങളുടെ വിചാരണ തുടർന്ന് നടക്കുന്നതാണ്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്ന് ചോദ്യശരങ്ങൾക്ക് നടുവിലിരിക്കുന്നത് ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ നേതാവായ മായാവതിയാണ്. ആപ്കി അദാലത്തിൽ BSP നേതാവ് മായാവതിയുടെ മേലുള്ള കുറ്റാരോപണം തന്റെ ദളിത് പവർ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇപ്പോഴുള്ള മായാവതി മുമ്പുണ്ടായിരുന്ന മായാവതിയെ പോലെ അല്ലെന്ന്. ഇപ്പോൾ മായാവതിയുടെ ഹെയർ സ്റ്റൈൽ മൊത്തത്തിൽ മാറി, അവരുടെ ഫാഷൻ മൊത്തത്തിൽ മാറി, ലുക്കും മാറിയിരിക്കുന്നെന്ന് പറയുന്നു. നിങ്ങൾ എൻ്റെ വേഷഭൂഷാദികളെ കുറിച്ചൊന്നും പറയണ്ട. നിങ്ങൾ ഇത് പറയൂ, അതായത് മായാവതി ഈ നാട്ടില് ഉള്ള അപ്പർ കാസ്റ്റ് പീപ്പിളിന്റെ സമത്വമില്ലാത്തൊരവസ്ഥയില്, അവരുടെ ഇടയില് വിശ്വാസം ചിന്നിച്ചിതറിയിരുന്നൊരവസ്ഥയില് ഞാനാണ് അവരുടെ ഉള്ളിൽ മനുഷ്യത്വവും അഭിമാനവും ഉണ്ടാക്കിയത്. അതുപോലെ സമത്വം ഇല്ലാതിരിക്കുന്ന അവസ്ഥ വളരെ ഭീകരമാണെന്ന് അവർക്ക് മനസ്സിലാക്കിച്ചത് ഞാനാണ്. ഞാൻ ഈ ബഹുജന സമൂഹത്തിനെ മാത്രമല്ല ഉണ്ടാക്കിയത്, ഈ നാട്ടിലുള്ള അപ്പർ കാസ്റ്റ് പീപ്പിളിന്റെ അവരുടെ ഒരു സങ്കുചിത ചിന്താഗതി ഉണ്ടായിരുന്നത് പോലും ഞാൻ തന്നെയാണ് മാറ്റിയത്. അത് നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും നല്ലതിനാണ് ചെയ്തത്. നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും, അല്ലാതെ നിങ്ങൾ എന്റെ ഹെയർ സ്റ്റൈല്, ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ കാര്യം, അങ്ങനെയുള്ളതൊക്കെ. അല്ലല്ല, മാനുഷിക പരിഗണന നൽകുന്നു എന്ന രീതിയിൽ താങ്കളുടെ പിറന്നനാളിന്റെ അന്ന് മുഗളിയാസം ഷൂട്ടിങ്ങിന്റെ സെറ്റ് പോലെയാണ് ഇട്ടിരുന്നത്. അതായത് ബഹുജന സമൂഹത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ
ബഹുജൻ സമാജിന്റെ പോപ്പുലേഷൻ 150 ഉണ്ടാവുള്ളൂ. ബഹുജൻ സമാജത്തിലെ ആൾക്കാർ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് മറ്റ് പാർട്ടികളിലേക്ക് ആൾക്കാർ അവരുടെ നേതാക്കന്മാരെ എങ്ങനെ നോക്കുന്നു എന്ന്. അപ്പൊ ഞങ്ങളുടെ ബഹുജൻ സമൂഹത്തിന് തോന്നും നമ്മളും ആരെക്കാളും കുറഞ്ഞവരല്ല, നമുക്കും നമ്മുടെ നേതാവിനെ ആദരിക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്റെ പിറന്നാൾ ആഘോഷിച്ച അന്ന് ആ ബഹുജൻ സമൂഹത്തിന്റെ ആൾക്കാര് വളരെ സ്നേഹത്തോടെ ആദരവോടെ അത് ആഘോഷിച്ചു. അവരത് ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. ഞാൻ അല്ല, ജനങ്ങളാണോ ചെയ്യുന്നത് അതോ താങ്കളാണോ ഓർഗനൈസ് ചെയ്യുന്നത്? അതായത് 51 കിലോ കേക്ക്, 10,000 ലഡു, 60 ക്വിന്റൽ പൂമാല. അറിയാലോ അല്ലേ ആരെക്കുറിച്ചാ പറയുന്നതെന്ന്? ഇതെല്ലാം എന്റെ എതിരാളികൾ പറയുന്ന വർത്തമാനമാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ എതിരാളികൾക്ക് വേറെ ഒന്നും പറയാനില്ലാത്തപ്പോ അവര് പറയുന്ന കാര്യങ്ങളാണ്. ഏത് നാഷണൽ ലീഡറിന്റെ പിറന്നാളാണ് ഇവിടെ ആഘോഷിക്കാത്തത്? ഇതിനേക്കാളുമൊക്കെ എത്രയോ ഇരട്ടി പണം അതിനുവേണ്ടി ചെലവാക്കുന്നു. ഇതിനേക്കാളുമൊക്കെ എത്രയോ നിങ്ങൾ 51 കിലോ കേക്കിന്റെ കാര്യം പറയുന്നു, അവരൊക്കെ 100 കിലോ കേക്ക് വരെ ചെയ്യാറുണ്ട്. ലഡു ഒക്കെ 1000 ചെലവാക്കുന്നു. അതായത് മറ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഞാനിപ്പോ എന്റെ പിറന്നാളിന് വളരെ കുറച്ച് ആഭരണങ്ങളാണ് ഇടുന്നത്, അവരൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ഇടുന്നു, അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയില്ല. ഡയമണ്ട് ഒക്കെ കാണുന്നു, പക്ഷെ കുറവാണെന്ന് താങ്കൾ പറയുന്നു. ഇല്ല, നിങ്ങൾ കാണുന്ന ഡയമണ്ട് എന്നൊക്കെ ബഹുജൻ സമാജമാണത്. അവരെന്നെ ഇന്നാ നിലയ്ക്ക് എത്തിച്ചു. നിങ്ങൾ കണ്ടത് എന്റെ കാതിൽ കിടക്കുന്ന ഒരു ചെറിയ ഡയമണ്ട്. അവരുടെ ആഗ്രഹം അവരുടെ നേതാവ് വലിയ വലിയ ഡയമണ്ട് ഇടണമെന്നാണ്. പക്ഷെ ഞാൻ പറയാം അതൊന്നും വേണ്ട, അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും പാടില്ലെന്ന്. വലിയ വലിയ ഡയമണ്ട് ഒക്കെ ഇടാൻ വലിയ വലിയ പാർട്ടികളുണ്ട്, അവരൊക്കെ അത് ഇട്ട് നടന്നോട്ടെ. ഞാനും എന്റെ ബഹുജൻ സമാജവാദി നേതാക്കന്മാർ ഡയമണ്ട് ഒളിപ്പിച്ചു വെക്കും. അല്ലല്ല, അവര് ഒളിച്ചു വച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് അവര് വലിയ കള്ളന്മാരാണ്. പക്ഷെ എന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എല്ലാവർക്കും കാണുന്ന പോലെയാണ്. ഞാനൊരു തുറന്ന പുസ്തകം പോലെയാണ്, എന്റെ കയ്യിലുള്ളതെല്ലാം എല്ലാവർക്കും കാണാം. എന്നാൽ മറ്റുള്ള നേതാക്കളൊക്കെ വലിയ വലിയ ഡയമണ്ട്സ് ഉപയോഗിച്ച് അത് ഒളിച്ചു വെച്ച് ജീവിക്കുന്നു. ഇങ്ങനെയുള്ള നേതാക്കളാണ് ഈ നാടിനെ നശിപ്പിക്കുന്നത്. ഡയമണ്ട് ഒക്കെ എവിടെ നിന്നാണ് വരുന്നതെന്നെങ്കിലും പറയൂ. ഇത് നിങ്ങൾ അവരോടല്ലേ ചോദിക്കേണ്ടത്? എനിക്ക് ബഹുജന സമൂഹത്തിന്റെ ആൾക്കാരാണ് തരുന്നത്. പ്രതിപക്ഷം എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കളുടെ പിറന്നാളിന് അന്ന് ഇത്രയും വാല്യൂ ഉള്ള സമ്മാനങ്ങൾ കൊണ്ടുവരണമെന്ന് താങ്കൾ പറഞ്ഞെന്നാണ്. ഇതെല്ലാം നിങ്ങൾ അവരോട് തന്നെ ചോദിക്കണം. അവരുടെയൊക്കെ അവസ്ഥ വളരെ മോശമായിരുന്നു. ചെറിയ ചെറിയ കെട്ടിടങ്ങളിൽ ജീവിച്ചിരുന്ന ആൾക്കാരാ. ഇപ്പൊ അവരൊക്കെ വലിയ മാളികകളിൽ ജീവിക്കും. താങ്കൾ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 25 കോടി രൂപ ചെലവാക്കി താങ്കളുടെ ജീവചരിത്രം ഒരു സിനിമയാക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിരുന്നെന്നാണ് കേട്ടത്. അല്ല, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇത് എവിടുന്ന് എടുത്തുകൊണ്ട് വരുന്നത്? ഈ ആപ്കി അദാലത്ത് വെച്ചിട്ട് ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇത് പത്രത്തിൽ വന്നൊരു ന്യൂസ് ആണ്. ഇപ്പോഴിപ്പോ ഈ പത്രങ്ങളിലെല്ലാം BSPയെ കുറിച്ച് എന്തൊക്കെയോ എഴുതുന്നു. ഈ പത്രത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാ? അയ്യോ, നിങ്ങൾ ഈ ചവറിനെ കുറിച്ചൊക്കെ പറയാതെ. നിങ്ങളിപ്പോ ചോദിക്കുന്ന ചോദ്യം തന്നെ തെറ്റാണ്. ആദ്യം താങ്കൾ ചോദ്യം പൂർണ്ണമായിട്ടും കേൾക്കൂ. ചോദ്യം കേൾക്കാതെ താങ്കൾ അതിലെന്തെങ്കിലും ജീവൻ കേൾക്കൂ. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാ 25 കോടിയിൽ സിനിമ എടുക്കാൻ പോകുന്ന ആളുടെ പേര് മായ മാഡം. അത് സിനിമയാകാൻ പോവുകയാണ്. കൊള്ളാം, നിങ്ങളുടെ വായിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പേര് കേൾക്കുന്നത്. നിങ്ങൾ തന്നെയാണോ പണം കൊടുത്ത് ഏതോ പത്രക്കാരോട് ഇങ്ങനെ എഴുതാൻ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോ ഇവിടെ അദാലത്ത് ചോദ്യം ചോദിക്കാനില്ല. അങ്ങനെയല്ല, ഇത് തികച്ചും തെറ്റായ ചോദ്യമാണ്. അതായത് 10-16 നവംബർ, ഈ ന്യൂസിനെ കുറിച്ച് ഞാൻ പൂർണ്ണമായിട്ടും പറയട്ടെ. നവംബർ 16, 2003 ടൈംസ് ഓഫ് ഇന്ത്യ പേപ്പർ. നിങ്ങൾ തന്നെയാണ് ഇത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. മായാവതിയെ ആപ്കി അദാലത്തിലോട്ട് വിളിച്ച് ചോദ്യം ചോദിക്കാനായിട്ട് എന്തെങ്കിലും വേണോ? 1 വർഷം മുൻപേ പ്രിന്റ് ചെയ്യാൻ പറ്റുമോ? അതെന്താണെന്ന് അറിയാലോ, മായാവതി അത്ര പെട്ടെന്നൊന്നും അപ്പോയിന്റ്മെന്റ് തരില്ലെന്ന്. ഏതായാലും 1 വർഷം എടുക്കും ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരണമെങ്കിൽ തന്നെ. ഇതിലെഴുതിയിരിക്കുന്നത് താങ്കളുടെ മുഖം ഷബാന ഹാഷ്മിയെ പോലെ ഉണ്ടെന്ന്, അതുകൊണ്ട് താങ്കളുടെ റോളിൽ ഷബാന ഹാഷ്മിയെ അഭിനയിക്കാൻ പോവുകയാണെന്ന് പറയുന്നത്. എനിക്കിതൊന്നും അറിയത്തില്ലെന്ന്. എനിക്ക് സിനിമ കഥയൊന്നും സത്യമായിട്ടും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അതൊന്നും വായിക്കാറുമില്ല, നോക്കാറുമില്ല. എനിക്ക് ബഹുജൻ സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി ജീവിക്കാനാണ് ഇഷ്ടം. സിനിമയൊക്കെ കാണാറുണ്ടോ? എനിക്ക് അങ്ങനെ സിനിമയൊന്നും കാണാനുള്ള സമയം കിട്ടാറില്ല. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഓരോരോ നിമിഷവും ബഹുജന സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സിനിമയൊക്കെ കാണാൻ നിങ്ങളെപ്പോലുള്ളവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, നിങ്ങൾ പോയി കണ്ടോളൂ. എനിക്കൊരു എതിർപ്പുമില്ല, എനിക്കതിന് സമയമില്ലെന്ന് മാത്രം. മായാവതി മാഡം താങ്കളെ അങ്ങനെ പെട്ടെന്നൊന്നും വിടാൻ പോകുന്നില്ല. ഇനിയും ധാരാളം ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഈ വിചാരണ നമുക്ക് ഒരു ബ്രേക്കിന് ശേഷം തുടരാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ നേതാവായ മായാവതിയോടാണ്. ആപ്കി അദാലത്തിൽ BSP നേതാവായ മായാവതിയുടെ മേലുള്ള കുറ്റാരോപണം. ഇവർ തന്റെ പവർ തെറ്റായി പ്രയോജനപ്പെടുത്തുന്നു. മായാവതി മാഡം, താങ്കളെ എതിർക്കുന്നവർ തുടർന്ന് പറയുന്ന കുറ്റാരോപണം താങ്കൾ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അധികാരം പൂർണ്ണമായും താങ്കളുടെ ഗുണത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയെന്നാണ്. നിങ്ങളിത് ഉത്തർപ്രദേശിനകത്ത് വന്ന് പറയൂ. അതായത് ഞാൻ വ്യക്തിഗതമായ ഒരളവിൽ
എന്തെങ്കിലും ലാഭം എടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഉദാഹരണം എന്റെ മുമ്പിൽ കൊണ്ട് വെക്കൂ. അപ്പൊ ഞാൻ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം തരാം. എന്താണെന്ന് വെച്ചാൽ താങ്കൾ സീറ്റ് നൽകുമ്പോ ബഹുജൻ സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി താങ്കൾ അവരോട് പണം വാങ്ങുന്നെന്നാണ് കേട്ടത്. നിങ്ങൾ പറയൂ, നിങ്ങളുടെ കയ്യിൽ ഇതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? അതോ വേറെ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അവരുടെ ഇന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അവരെ കാണിച്ചു തരൂ. വെറുതെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ കണ്ടുപിടിച്ചു കൊണ്ടുവരികയാണ് ഇവിടെ. റാഷിദ് അൽവി പറഞ്ഞിരിക്കുകയാണ്, എന്റെ പൊന്നെ, ഈ രാഷ്ട്രദൽവിയുടെ കാര്യം സീറ്റ് നൽകുന്ന ശീലങ്ങളുണ്ട്. നിങ്ങളിത് ആരുടെ കാര്യം പറയുന്നത്? നിങ്ങൾ ആദ്യം പോയിട്ട് രാഷ്ട്രദൽവിയോട് ഈ കാര്യം ഒന്ന് ചോദിക്ക്. കഴിഞ്ഞ ഇലക്ഷനിൽ BSPക്കെതിരെ മത്സരിച്ചപ്പോ അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെന്റ് ആയല്ലോ. ആ സമയത്ത് ഞാൻ പുള്ളിയുടെ നിന്ന് പൈസ വാങ്ങിച്ചിരുന്നെങ്കിൽ ഞാൻ വാങ്ങിയെന്ന് എന്തുകൊണ്ട് അയാൾ നേരത്തെ പറഞ്ഞില്ല? ഇപ്രാവശ്യം ഞാൻ പുള്ളിക്ക് സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് പുള്ളി ഇപ്പൊ എന്റെ പുറത്ത് കുറ്റം ചുമത്തുന്നത്. ഈ ഉത്തർപ്രദേശില് മായാവതിയെ പോലെ വേറെ ഒരു ലീഡറും ഇല്ല. ഞാൻ ഉത്തർപ്രദേശിന്റെ കാര്യം മാത്രമല്ല, ഈ മുഴുവൻ രാജ്യത്തിന്റെയും കാര്യം പറയാം. അതായത് രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഞാൻ അച്ഛനമ്മമാരെയോ സഹോദരീ സഹോദരങ്ങളെയോ മറ്റ് ബന്ധുക്കളെയോ ഒരു തരത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല. ഞാൻ ആരെ MP ആക്കിയിട്ടില്ല, ഒരാളെ MLA ആക്കിയിട്ടില്ല. ഞാൻ ഒരാളെയും രാജ്യസഭയിലേക്കോ ലോകസഭയിലേക്കോ അയച്ചിട്ടില്ല. എന്റെ ബഹുജന സമൂഹത്തിന്റെ ആൾക്കാരെ മാത്രമേ അയച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരു ലീഡർ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വേറെ കാണില്ല. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ വന്നപ്പോ തൊട്ട് ബഹുജന സമൂഹത്തിന്റെ ആൾക്കാരുടെ മുന്നേറ്റം മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അല്ലാതെ എന്റെ ബന്ധുക്കളെ ഒരിടത്തും പൊക്കിക്കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ മുകളിൽ വ്യക്തിപരമായോ കുടുംബപരമായോ ഉള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തികച്ചും തെറ്റാണ്. താങ്കളുടെ കുടുംബത്തിലുള്ള ആരെയും രാജ്യസഭയിലേക്ക് അയച്ചിട്ടില്ല, സീറ്റ് നൽകിയില്ല, മന്ത്രിമാരും ആക്കിയില്ല. പക്ഷെ കുടുംബത്തിലുള്ളവരുടെ സ്വത്ത് വളർന്നു, ബാങ്ക് ബാലൻസ് കൂടിയല്ലോ. വർത്തമാനമായി പറയുന്നത് എന്റെ കുടുംബത്തിനെ ഞാൻ എപ്പോഴും മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. ഞാൻ എന്റെ കുടുംബ കാര്യങ്ങളിലൊന്നും ഇടപെടാറ് പോലുമില്ല. അവരെന്ത് ചെയ്യുന്നു, അവർക്ക് പ്രോപ്പർട്ടി ഉണ്ടോ ഇല്ലയോ, അതൊക്കെ അവർക്ക് മാത്രമേ അറിയൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ചോദിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം. റെക്കോർഡിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അയ്യോ, സർക്കാരിന്റെ റെക്കോർഡ് എന്ന് പറഞ്ഞാലേ അതിൽ മുഴുവൻ തെറ്റും കളവായിരിക്കും. നിങ്ങൾ പറയുന്ന ഈ റെക്കോർഡ് ഏതെങ്കിലും പേപ്പറിൽ വന്നാൽ അത് സർക്കാരിന്റെ റെക്കോർഡാണ്. ഈ വിഷയം കോട്ട് ചെയ്തിരിക്കുന്നത് CBI അല്ലേ ഇപ്പൊ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അതായത് ഏപ്രിൽ 1, 1995 മുതൽ ഓഗസ്റ്റ് 29, 2003 വരെ ധാരാളം പ്രോപ്പർട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട്. നോക്കൂ, പ്രോപ്പർട്ടി എനിക്ക് ഉണ്ടെങ്കിൽ അത് നോക്കൂ. നിങ്ങൾ ഇതെന്താണിത്? ഇതിപ്പോ കോടതിയിൽ നടക്കുന്ന കേസാണ്. CBI ഫൈനൽ റിപ്പോർട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താ പറയുന്നത്? FIR-ല് അവർക്ക് എന്താണോ കിട്ടുന്നത് അതെല്ലാവരും എഴുതി വെക്കും. അവർ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുവരെ ഇപ്പോ ഈ വഴക്ക് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വിചാരണ നടക്കട്ടെ, അവർ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യട്ടെ. ചാർജ് ഷീറ്റ് ഇട്ടിട്ടില്ല. ആ ചാർജ് ഷീറ്റിന്റെ ഉത്തരം ഞങ്ങൾ കൊടുക്കും. ഇതെല്ലാം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ വിധി കോടതിയിൽ വരുന്നത് വരെ നോക്കൂ, നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ്. 2003 ലക്നൌവിൽ ഈ FIR-ല് ഈ കാണിച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. CBI-യുടെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് പറയാനുള്ള ഉത്തരവെല്ലാം ഞാൻ ആ കോടതി പറഞ്ഞോളാം. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല, കാരണം ഇത് കോടതി നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ വെച്ച് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാല് അത് കോർട്ടലക്ഷ്യമായിട്ട് മാറും. അതായത് കോർട്ടില് ശരിയല്ല, കാരണം ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. കേസ് കോടതിയിൽ നടക്കുകയാണ്. CBI ആണെങ്കിൽ അവരുടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഒരേ ഒരു കാര്യം മാത്രം പറയൂ. ഇതിനെ കുറിച്ചുള്ള എല്ലാ ഉത്തരങ്ങളും ഞങ്ങൾ കോടതി കൊടുത്തോളാം. ജനങ്ങളുടെ കോടതിയാണ്. അല്ല, ജനങ്ങളുടെ അല്ല, രാജ്യത്തിന്റെ കോടതിയില്ലേ, അവിടെ ഇതിന് തീരുമാനം ഉണ്ടാവും. ആപ്കി അദാലത്ത് അത് വേറെ. ഇത് മാത്രം പറയൂ, ഡൽഹിയിലുള്ള സർദാർ പട്ടേൽ റോഡിൽ താങ്കൾ 26 കോടി രൂപയ്ക്ക് ബംഗ്ലാവ് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങള് ഈ പറയുന്നത് മുഴുവൻ തെറ്റാണ്. ഞാൻ എന്റെ പേരിൽ 24 കോടിയുടെ ഒരു ബംഗ്ലാവും വാങ്ങിയിട്ടില്ല. താങ്കൾ പാർട്ടിയുടെ പേരിലാണോ വാങ്ങിയത്? പാർട്ടിയുടെ പേരിൽ ഒന്നല്ല, അറിയില്ല, പലതും വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ പേരിലുള്ള പ്രോപ്പർട്ടി ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും. താങ്കൾ വാങ്ങിയിട്ടുണ്ടോ? ഏത് പ്രോപ്പർട്ടിയുടെ കാര്യമാണല്ലോ അത് പാർട്ടിയുടെ പേരിൽ വാങ്ങിച്ചതാണ്. അല്ലാതെ എന്റെ പേരിൽ ഒരു പ്രോപ്പർട്ടി ഞാൻ വാങ്ങിയിട്ടില്ല. താങ്കളുടെ പാർട്ടി നിങ്ങളിത് എന്താ ഈ പറയുന്നത്? ഈ കേസല്ലേ കോടതി നടന്നുകൊണ്ടിരിക്കുന്നത്. CBI ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ അടുത്ത ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കോളുക, ഇത് കോടതിയുടെ നേർക്കുള്ള അപമാനമാണ്. കോടതി അലക്ഷ്യമായി ആരും അറിഞ്ഞ അപമാനമല്ലെന്ന്. ഇത് കോടതി നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ്. CBI ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുമില്ല. ചാർജ് ഷീറ്റ് പോലും സമർപ്പിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? പബ്ലിക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും പബ്ലിക് ഈ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? പബ്ലിക് അപ്പ അറിഞ്ഞോളും കോടതി ഇതിന് ഫൈനൽ തീരുമാനം പറയുമ്പോ.
അപ്പൊ ഞങ്ങൾ പറഞ്ഞോളാം. അല്ല, നിങ്ങൾ എന്തിനാണ് സത്യം ഇപ്പൊ പറയാൻ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ താങ്കൾക്ക് ഒരു ചോദിക്കുന്നത്? സന്ദർഭം തരികയാണ്. ഇത് തികച്ചും തെറ്റാണ്. തീർച്ചയായും. നോക്കൂ, കോടതിയിലെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ അല്ല പാടില്ല. മേഡം, ഇത് പബ്ലിക് അറിയേണ്ട ഞാൻ കാര്യം. കോടതിയെ അപമാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളാണ് ഇപ്പൊ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്തില്ല എനിക്കത് മേഡം. ചെയ്യാൻ പറ്റില്ല. താങ്കൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്നും കോടതിയെ ബഹുമാനിക്കുന്ന ഞാൻ ആളാണ്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ താങ്കൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? എനിക്ക് എന്തിനാണ് ദേഷ്യം വരുന്നതെന്നോ? പിന്നെ ഇത് നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നാല് അത് കോടതിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ഇതിന്റെ പേരിൽ ഞാൻ അവിടെ പോയി നിൽക്കേണ്ടി വരും. നിങ്ങൾ എന്നെ പെടുത്താൻ നോക്കുകയാണല്ലേ? എന്താ മേഡം ഇത്? ഞാൻ അങ്ങനെയൊന്നും വീഴുകയല്ല. ഞാൻ വീഴത്തില്ല. നിങ്ങളെ വീഴ്ത്താൻ പറ്റുന്നവളാണ് ഞാൻ. അല്ല, ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും പ്രോപ്പർട്ടീസ്. എന്റെ പൊന്നെ, ഇതിന്റെ ഉത്തരം ഞാൻ കോടതിയിലേ പറയുള്ളൂ. അവിടെ ജഡ്ജിയുടെ മുമ്പ് ഞാൻ കൊടുത്തോളാം. താങ്കളല്ലേ പറഞ്ഞത് ഞാൻ ബന്ധുക്കൾക്ക് ഒന്നും നൽകിയില്ലെന്ന്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതെല്ലാം എങ്ങനെ? രാഷ്ട്രീയത്തിന്റെ കാര്യമാണ് പറയുന്നത്. ബന്ധുക്കളുടെ ബാങ്ക് ബാലൻസ് കൂടിയിരിക്കുന്നു, അവരുടെ നോക്കൂ, ഞാൻ പ്രോപ്പർട്ടി. പറയുന്നത് രാഷ്ട്രീയമാണ്. ഞാൻ പറയുന്നത് രാഷ്ട്രീയമാണ്. എനിക്കറിയില്ല എഫ്ഐആറിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന്. ഇതിന്റെ എല്ലാ ഉത്തരം ഞാൻ അവിടെ കോടതിയിൽ പറഞ്ഞോളാം. കാരണം ഇത് കോടതിയിൽ നടക്കുന്ന കേസാണ്. ശരി, കോർട്ടിൽ ഇല്ലാത്ത കാര്യം ഇവിടെ പറയൂ. കല്യാൺ സിംഗ് പറഞ്ഞു താങ്കൾ. നോക്കൂ, നിങ്ങൾ അയാളോട് പോയി ചോദിക്കൂ. കല്യാൺ സിംഗ് താങ്കൾ വിദേശത്തേക്ക് പോയ സമയത്ത് അവിടെ ഒരു ഫോറിൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതായിട്ടാണ് പറയുന്നത്. ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ടും പറയാം. വിദേശ രാജ്യങ്ങളില് ഒരു അക്കൗണ്ടെങ്കിലും എന്റെ പേരിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഏതു തരത്തിലുള്ള ശിക്ഷയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നെ ഏതു തരത്തിലുള്ള ശിക്ഷയും ഞാൻ സ്വീകരിക്കും, തയ്യാറാണ്. നോക്കൂ, ഈ കല്യാൺ സിംഗ് ആൻഡ് BJP ആൻഡ് കമ്പനി, അവരുടെ ആൾക്കാര്, അവരുടെ കയ്യിൽ ഒരു സാക്ഷി പോലും ഇല്ല. അവർ പറയുന്നത് എപ്പോഴും തെറ്റാണ്. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും തെറ്റ് മാത്രമേ പറയുള്ളൂ. എന്റെ പേരില് ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്നോട് പറയൂ. നിങ്ങൾ അതിനെക്കുറിച്ചെല്ലാം പഠിച്ചിട്ടല്ലേ ഇവിടെ വന്ന് ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്? ഞാൻ വെറുതെ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് ഇതിനെക്കുറിച്ചെല്ലാം റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ. അല്ലാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ മിനിസ്റ്റർ നിങ്ങൾക്ക്. കല്യാൺ സിംഗ് എന്താ പറഞ്ഞതെന്ന് വെച്ചാ ഫോമർ CM എന്താണ് പറയുന്നത്? പേപ്പറിൽ എന്താണ് എഴുതുന്നത്? നിങ്ങൾ ഈ പേപ്പറിന്റെ കട്ടിംഗ് എല്ലാം എടുത്തോണ്ട് വന്നിട്ട് ആപ്കി അദാലത്തിൽ കൊണ്ടുവന്ന് ചോദിക്കുകയാണ്. പേപ്പറിൽ എഴുതിയിരിക്കുന്നതെല്ലാം എത്ര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അല്ല, അതിനാണെങ്കിൽ താങ്കളുടെ വിഷയത്തിൽ സാക്ഷികളും ഇല്ല. താങ്കൾ നിങ്ങൾ പറഞ്ഞത് ആദ്യം ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് അതിന്റെ വിചാരണ ആദ്യം നടത്തൂ. അതിനുശേഷം എന്നോട് ഒന്ന് ചോദ്യങ്ങൾ അല്ല, ആ ചോദിക്കൂ. ഞാൻ ചോദ്യമാണ് അപ്പൊ വേണമെങ്കിൽ മറുപടി മായാവതി പറയാം. മാഡം അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് താങ്കളോട് ചോദിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അയ്യോ, ഇത് മനസ്സിലാക്കാനാണെങ്കിൽ, ഇത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ആൾക്കാരെ മുഴുവൻ വിളിച്ചു ഒന്നും കൂട്ടിയത്? മറക്കാതിരിക്കാൻ വേണ്ടിയാണ് പബ്ലിക്കിന്റെ മുന്നിൽ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കുന്നേ. ഒറ്റയ്ക്ക് കോടതിയുടെ ഞാൻ ജനങ്ങളുടെ മുന്നിൽ വിചാരണ ചോദിക്കരുതല്ലോ. നടത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജനങ്ങളുടെ മുമ്പ് ചോദിക്കണമെങ്കിൽ ഇപ്പോ അവരുടെ മുമ്പിൽ വെച്ച് ചോദിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇത് എന്നോട് ഇപ്പൊ ചോദിക്കുന്നില്ലേ? അതിനു മുമ്പ് നിങ്ങൾ റിസർച്ച് ചെയ്യണ്ടായിരുന്നോ? കല്യാൺ സിംഗിനെ പോലുള്ള ഒരു വലിയ മിനിസ്റ്റർ കുറ്റം ആരോപിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കണ്ടേ? ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞില്ലേ? നിങ്ങളുടെ ഈ ചോദ്യം തന്നെ തെറ്റായിരിക്കുമ്പോ പിന്നെയും ചുറ്റി വളച്ച് നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് തന്നെ വരുന്നത്? ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എന്റെ പേരിൽ വിദേശത്ത് ഒരു അക്കൗണ്ട് എങ്കിലും ഉണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള ശിക്ഷയാണെങ്കിലും അത് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണെന്ന്. എന്റെ പേരിൽ അങ്ങനെ ഒരു അക്കൗണ്ടും ഇല്ല. എന്റെ ഇമേജ് തകർക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും ആൻഡ് കമ്പനിയും ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ കേസ് തികച്ചും കള്ളമാണ്. എന്റെ ഇമേജ് തകർക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഈ രാഷ്ട്രീയത്തിനകത്തുള്ളവരുടെ പല തരത്തിലുള്ള കളികളാണ്. അങ്ങനെ ഇത് പറയാൻ പറ്റൂ. അവരെല്ലാരും കൂടി പ്ലാൻ ചെയ്ത് എന്നെ തകർക്കാൻ ശ്രമിക്കുന്നതാണ്. ഇത് കോടതി നടക്കുന്ന കേസാണ്. അതിനുള്ള ഉത്തരങ്ങളെല്ലാം ഞാൻ അവിടെ പറഞ്ഞോളാം. താജ് ഹെറിറ്റേജിലാണ്, മറ്റൊന്ന് ഇതെല്ലാം കോടതിയിൽ നടക്കുന്നതാണെന്നേ. അതുകൊണ്ട് അതിനുള്ള ഉത്തരങ്ങളെല്ലാം ഞാൻ അവിടെ തന്നെ പറഞ്ഞോളാം. ഇതുവരെ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പോലും മൊത്തം തീർന്നിട്ടില്ല. അതിനു മുമ്പ് ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അടുത്ത ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഇതാണ് ആപ്കി അദാലത്തിൽ ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ. അതിന് BSP നേതാവായ മായാവതിയുടെ ഉത്തരവും നിങ്ങൾ കേട്ടു. ഇപ്പോൾ ഇന്നത്തെ വിചാരണയിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ പ്രസിദ്ധ പത്രപ്രവർത്തകനായ വേദ് പ്രതാപ് വൈദ്യയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. ഇന്നിവിടെ ഉന്നയിച്ച എല്ലാ വാദങ്ങളും കേട്ടതിന് ശേഷം ഞാൻ ഈ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഈ ആപ്കി അദാലത്ത് നിങ്ങളെ കുറ്റവിമുക്തയാക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ശിക്ഷ തരണമെന്ന് പറഞ്ഞാൽ അത് രജത് ശർമ്മയും പ്രേക്ഷകരും, അതായത് നിങ്ങളുടെ മുന്നിൽ വെച്ച ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിരുത്തിക്കൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തുടർന്നും നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയെടുക്കുന്ന തീരുമാനങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യണം. നന്ദി. ഈ വിശ്വാസത്തോടുകൂടി ശ്രീ മായാവതി ജനങ്ങളുടെ വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്ന് കരുതുന്നു. ബഹുജൻ സമൂഹം മാത്രമല്ല, എല്ലാ സമൂഹത്തിനും സേവനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ മറ്റൊരു അതിഥിയോടൊപ്പം വന്ന് കാണുന്നതാണ്. നന്ദി, നമസ്കാരം.